അതിനിടെ എറണാകുളം മൂവാറ്റുപുഴയിൽ ലഹരിയുമായി പിടിയിലായവർ വിദ്യാർത്ഥികളെയും സിനിമാ മേഖലയിൽ നിന്നുള്ളവരെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നവരാണ് എന്ന വിവരം കൂടി ഇന്ന് പുറത്തുവന്നു. ലഹരി സംഘത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയ എയർ പിസ്റ്റൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഹരീഷ്, സജിൻ, ഷാലിം 3 പേരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് ഇന്നലെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് MDMA, കഞ്ചാവ്, ഒരു എയർ പിസ്റ്റൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. ഹരീഷ് സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിപണനം നടത്തുന്നയാളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചു വരികയാണ്. കേസിലെ 1-ാം പ്രതി ഷാലിം 1 മാസം മുൻപ് MDMAയുമായി പിടിയിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച് സിനിമാക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിൽക്കുന്നതാണ് ഇവരുടെ രീതി. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ പിസ്റ്റൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ ഒരു മേഖലയിൽ അയാൾ മയക്കുമരുന്ന് വിതരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഈ ന്യൂജൻ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശികളായ 2 സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളിൽ നിന്നാണ് തിരുവനന്തപുരത്ത് കഞ്ചാവ് പിടിച്ചത്. ചിത്രീകരണം പുരോഗമിക്കുന്ന മലയാള സിനിമയിൽ ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. താമസിച്ചിരുന്ന തൈക്കാടുള്ള ഹോട്ടലിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. ഡിക്ഷണറി എന്നെഴുതിയ പുസ്തക രൂപത്തിലുള്ള പ്രത്യേക പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. തിരുവനന്തപുരത്തിനൊപ്പം 24 കൊച്ചി.